യുഎഇയിലെ വാരാന്ത്യങ്ങളും ഒഴിവുദിനങ്ങളും ആഘോഷിക്കാൻ പ്രവാസികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് മരുഭൂമികളിലെ ക്യാമ്പുകളാണ്. തണുപ്പുള്ള രാത്രികളിൽ കൂട്ടുകാരോടും കുടുംബത്തോടുമൊപ്പം മരുഭൂമിയിൽ ടെന്റടിച്ച് തത്സമയം ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ്. എന്നാൽ നാം ഏറെ ആസ്വദിക്കുന്ന ഈ മണൽക്കാടുകളിൽ കാൽച്ചുവട്ടിൽ തന്നെ ഒരു വിളിപ്പാടകലെ മാരകമായ ഒരു അപകടം പതിയിരിപ്പുണ്ടെന്ന് കാര്യം പലരും ഓർക്കാറില്ല. മരുഭൂമിയിലെ ഏറ്റവും മാരകമായ വിഷമുള്ള പാമ്പുകളിലൊന്നായ സോസ്കൈൽഡ് വൈപ്പർ എച്ചീസ് കുടുംബത്തിൽപ്പെട്ട പാമ്പുകൾ ആണ് ഇവ. ഇതിനെ അറബിയിൽ ഗരിബ് എന്നറിയപ്പെടുന്നു. ഇതൊരു ചെറിയ അണലി വർഗമാണ്. വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന പാമ്പുകളിൽ ഒന്നാണിത്. പ്രത്യേകത, മണലിന്റെ അതേ നിറമായതിനാൽ ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. മണലിൽ പൂണ്ടുകിടക്കുന്ന ശീലമുള്ളവരാണ് ഇവർ. ആക്രമണ സ്വഭാവം, ഇവ വളരെ വേഗത്തിൽ ആക്രമിക്കുന്നവയും അഗ്രസീവ് ആയ സ്വഭാവമുള്ളവയുമാണ്. ശത്രുക്കൾ അടുത്തു വരുമ്പോൾ ഇവ ശരീരത്തിൽ ശൽക്കങ്ങൾ തമ്മിൽ ഉരസി ഒരുതരം ഈർച്ചവാൾ ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഇതിന്റെ വിഷം മനുഷ്യന്റെ രക്തത്തെ കട്ടപിടിക്കാൻ അനുവദിക്കാത്ത ഹീമോടോക്സിൻ ആണ്. കടിയേറ്റാൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ഇതിന്റെ വിഷം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ സംഭവിക്കുന്നത് ഇതാണ്: രക്തം കട്ടപിടിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. ഇത് മനുഷ്യരക്തത്തിലെ കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. ഇതിനാൽ മുറിവുകളിൽ നിന്നും വരുന്ന ചോര ഒരിക്കലും നിലയ്ക്കില്ല. ആന്തരിക രക്തസ്രാവം കടിയേറ്റ ഭാഗത്ത് മാത്രമല്ല, ശരീരത്തിനുള്ളിലെ അവയവങ്ങളിലും വായ, മൂക്ക്, കണ്ണുകൾ എന്നിവയിലൂടെയും രക്തം വരാൻ തുടങ്ങും. കോശങ്ങളുടെ നാശം, കടിയേറ്റ ഭാഗത്തെ മാംസവും കോശങ്ങളും വളരെ വേഗത്തിൽ ചീഞ്ഞു പോകാൻ ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് മരുഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ പാമ്പായി ഇതിനെ കണക്കാക്കുന്നത്. കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിവെനം നൽകുക മാത്രമാണ് ജീവൻ രക്ഷിക്കാനുള്ള ഒരേയൊരു മാർഗം. കൃത്യസമയത്ത് ആന്റിവെനം ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. പ്രവാസികൾ മരുഭൂമിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഭക്ഷണത്തിന്റെ മണം പാമ്പുകളെ ആകർഷിക്കുന്നു. മരുഭൂമിയിൽ വെച്ച് ബാർബിക്യൂ ചെയ്യുമ്പോഴും മറ്റു ഭക്ഷണങ്ങൾ പാകം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന മണം എലികളെയും മറ്റു ചെറിയ ജീവികളെയും ആകർഷിക്കും. ഇവയെ വേട്ടയാടാനാണ് പ്രധാനമായും പാമ്പുകൾ ക്യാമ്പിംഗ് സൈറ്റുകളിലേക്ക് എത്തുന്നത്. തീ കായുന്ന സ്ഥലങ്ങളിൽ തണുപ്പുള്ള രാത്രികളിൽ മനുഷ്യർ കൂട്ടത്തോടെ തീ കായാനിരിക്കുമ്പോൾ ആ ചൂട് തേടി പാമ്പുകൾ അരികിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. സുരക്ഷിതമായി ഇരിക്കാൻ ചില മുൻകരുതലുകൾ: വെളിച്ചം ഉറപ്പാക്കുക. ഇരുട്ടുള്ള സമയങ്ങളിൽ മണലിലൂടെ നടക്കുമ്പോൾ ശക്തമായ ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കുക. നഗ്നപാതരായി മണലിലൂടെ നടക്കരുത്. നിർബന്ധമായും ഷൂസ് ധരിക്കുക. കാർപ്പറ്റുകളും ബാഗുകളും പരിശോധിക്കുക. ഇരിക്കാൻ ഉപയോഗിക്കുന്ന പായകളും കാർപ്പറ്റുകളും വിരിക്കുന്നതിനു മുമ്പ് നന്നായി കുടഞ്ഞു പരിശോധിക്കുക. തുറന്നു വെച്ചിരിക്കുന്ന ബാഗുകൾ, ഷൂസുകൾ എന്നിവയ്ക്കുള്ളിൽ പാമ്പുകൾ കയറിയിരിക്കാൻ സാധ്യതയുണ്ട്. മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക. ആഹാരാവശിഷ്ടങ്ങൾ ക്യാമ്പിംഗ് സൈറ്റിന് പരിസരത്ത് വലിച്ചെറിയരുത്. ഇത് എലികളെയും അതുവഴി പാമ്പുകളെയും ക്ഷണിച്ചു വരുത്തും. മണലിൽ എന്തെങ്കിലും അസ്വാഭാവികമായ ചലനമോ ശബ്ദമോ കേട്ടാൽ പോകാതിരിക്കുക. ലൈറ്റുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുക. മരുഭൂമിയിലെ സന്തോഷ നിമിഷങ്ങൾ കണ്ണീരിലാഴ്ത്താതിരിക്കാൻ പ്രവാസികൾ ഉയർന്ന ജാഗ്രത പുലർത്തണമെന്ന് അധികൃതരും ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നു. കടിയേറ്റാൽ പരിഭ്രാന്തരാകാതെ എത്രയും വേഗം രോഗിയെ അടുത്തുള്ള വലിയ ആശുപത്രിയിൽ എത്തിച്ച് ആന്റിവെനം ലഭ്യമാക്കുകയാണ് ഏക പോവഴി. മിഥുൻസ് മണി മാർക്കറ്റ്. സ്റ്റോപ്പ് ഡ്രീമിംഗ്, സ്റ്റാർട്ട് ട്രേഡിംഗ്.